ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കും പ്രകാരം 3-4 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമാകുന്നു. തുടർന്ന് അവിടെ എഴുതിയിരിക്കുന്ന ഭാഗമാണ്, വിശുദ്ധീകരണത്തിലും മാനത്തിലും ഓരോരുത്തരും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പാത്രത്തോട് ഉപമിച്ചിരിക്കുന്നു. പാത്രമെന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഭവനത്തിൽ വിവിധമായിട്ടുള്ള പാത്രങ്ങളുണ്ട്. മനുഷ്യർ ഭക്ഷിക്കുന്ന പാത്രങ്ങളുണ്ട്, മൃഗങ്ങൾ ഭക്ഷിക്കുന്ന പാത്രങ്ങളുണ്ട്, വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളുണ്ട്, വിലയേറിയ വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളുണ്ട്, ഹീനമായ പാത്രങ്ങളുണ്ട്, ഉടഞ്ഞുപോയ പാത്രങ്ങളുണ്ട്. ഇങ്ങനെ വിവിധമായിട്ടുള്ള അവസ്ഥകളിൽ പാത്രങ്ങളുണ്ട്. ഇതുപോലെ വിശ്വാസത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നാൽ ആ മനുഷ്യനെ ദൈവഭവനത്തിൽ വന്നവനായിട്ടും ദൈവഭവനത്തിലെ അംഗമായിട്ട് കണക്ക് കൂട്ടുന്നു, അല്ലെങ്കിൽ ദൈവഭവനത്തിലെ ഒരു പാത്രമായിട്ട് കണക്ക് കൂട്ടുന്നു. ഈ പാത്രം അവനെ ഈ പാത്രത്തെ ദൈവം ശുദ്ധീകരിച്ചെടുക്കാൻ നോക്കുകയാണ്. ദൈവത്തിന്റെ ആഗ്രഹം ഈ പാത്രത്തെ കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉപയോഗത്തിനുള്ള പാത്രമാക്കി തീർക്കണം. എല്ലാ പാത്രങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യമേ ചിന്തിച്ചു കൊള്ളണം. അതുകൊണ്ട് എല്ലാ പാത്രങ്ങൾ തന്നെയാണ്. നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരാളുടെ ഉത്തരവാദിത്വവും അയാളുടെ പ്രയത്നവും വേണ്ടത് മാന കാര്യത്തിന് ഉപയോഗിക്കപ്പെടുന്ന പാത്രമായി ഞാൻ തീരണം. അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? ദൈവം ഉപയോഗിക്കുന്ന പാത്രമായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശ്രേഷ്ഠമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രമായി തീരണം. അങ്ങനെ തീരണമെങ്കിൽ അതിന് ശുദ്ധീകരണം ആവശ്യമാണ്. ഹീനപാത്രമായി, ശത്രുവിനാൽ ഉപയോഗിക്കപ്പെടുന്ന പാത്രമായി തീരണം. അതിനുവേണ്ടി മലിനപ്പെടണം. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശുദ്ധീകരണവും മാലിന്യവും. ശുദ്ധീകരിക്കപ്പെടുക, മലിനപ്പെടുക. ശുദ്ധീകരിക്കപ്പെടുന്നവൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടും, മലിനപ്പെടുന്നവൻ പിശാചിനാൽ ഉപയോഗിക്കപ്പെടും. ശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കഴിഞ്ഞ ചില ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. അത് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നത്, തന്നെത്താൻ സൂക്ഷിക്കുന്നവൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദാനിയേലിനെ പോലെ ഞാൻ രാജഭോജനം കൊണ്ടും ആ രാജവീഞ്ഞു കൊണ്ടും എന്നെ തന്നെ മലിനനാക്കുകയില്ല. ആ തീരുമാനം, അത് ശുദ്ധീകരണത്തിന്റെ ആരംഭമായിരുന്നു. അതുപോലെ തന്നെ മൊർദെഖായി, ഞാൻ യഹൂദനാണ്, മനുഷ്യനെ കുമ്പിടുകയില്ല. കാരണം യഹൂദന്മാരുടെ ഇടയിൽ, യഹോവഭക്തന്മാരുടെ ഇടയിൽ വലിയവനായി തീരണമെങ്കിൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും ബാലിന് ചുംബനം ചെയ്യാത്ത അധരങ്ങളും ഉള്ളതായി ഒരു ജീവിതമായിരിക്കണം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മൊർദെഖായി കടന്നു വന്നു. ഞാൻ യഹൂദനാണ്, മനുഷ്യനെ കുമ്പിടുകയില്ല. ഹാമാൻ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളാണെങ്കിലും അവനെ കുമ്പിടാതെ വന്നപ്പോൾ ഹാമാന്റെ കോപം മൊർദെഖായിക്കെതിരെ ജ്വലിച്ചു. മൊർദെഖായിയുടെ ഈ തീരുമാനം അവന്റെ ജീവിതത്തിൽ വളർച്ചയുടെ ആരംഭമായിരുന്നു, അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന്റെ ആരംഭമായിരുന്നു. അവനൊരു യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കുകയില്ലെന്ന് ഹാമാന്റെ ഭാര്യ തന്നെ പറഞ്ഞു. അപ്രകാരം തന്നെ യഹൂദന്റെ സ്വഭാവം മൊർദെഖായി വെളിപ്പെടുത്തി. ഒരു സാക്ഷാൽ യഹൂദനെന്ന് മൊർദെഖായി തെളിയിച്ചു. ദൈവം മൊർദെഖായിയെ എടുത്ത് ഉപയോഗിച്ചു. അതോടൊപ്പം ദേശത്ത്, രാജ്യത്തുള്ള സകല യഹൂദന്മാർക്കും രക്ഷ വന്നു. യഹൂദന്മാർ ജാതികളുടെ നിന്ന് വേർതിരിഞ്ഞ് ജീവിപ്പാൻ ഇടയായിത്തീർന്നു. യഹൂദന്മാർ തമ്മിൽ ഐക്യമത്യത്തോടുകൂടി ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിലെ ഉത്സവങ്ങളെ ആചരിപ്പാനും ഈ അന്യദേശത്ത് വെച്ച് കർത്താവ് കൃപ നൽകി.
മൊർദെഖായിയെ ദൈവം രാജ്യത്തെ ഏറ്റവും ബഹുമാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു. ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിക്കാനിടയായി തീർന്നത്. ഇന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നത്, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പാത്രമാണ്. ആ പാത്രം വിശദീകരിക്കപ്പെട്ടതാണെങ്കിൽ അത് ദൈവം ഉപയോഗിക്കും. വിശദീകരിക്കപ്പെടാനുള്ള മാർഗങ്ങളാണ് കഴിഞ്ഞ ഭാഗങ്ങളിലും ഒക്കെ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പാകെ വെച്ചിരിക്കുന്നു. ഒരു ദൈവഭക്തൻ താൻ ചെയ്യുന്ന സകലത്തിലും ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അവൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാരംഭം. അതായത് ബാല്യത്തിൽ തന്നെ ദൈവത്തിൽ നിന്ന് സ്വപ്നം മുഖാന്തരം അരുളപ്പാട് ലഭിച്ചവനാണ് യോസഫ്. യോസഫ് കണ്ട സ്വപ്നം എന്ന് പറയുന്നത്, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യോസഫിനെ നമസ്കരിച്ചു എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ചില സ്വപ്നങ്ങൾ മുഖാന്തരം അവൻ്റെ മാതാപിതാക്കളടക്കം സഹോദരങ്ങൾ മുഴുവനും തന്നെ വണങ്ങി നിൽക്കുന്ന ഒരു അനുഭവം അവൻ സ്വപ്നത്തിൽ കാണാനിടയായി തീർന്നു. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് ആർക്കും ഒരു നിശ്ചയവുമില്ല. തുടർന്ന് അവൻ്റെ ജീവിതം, മറ്റ് സഹോദരന്മാർ അസൂയപ്പെട്ടു. അവൻ്റെ ജീവിതം ഏറ്റവും കഷ്ടത നിലയിലേക്ക് പോകാനിടയായി തീർന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, യോസഫ് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന പാത്രമായി തീരണം. അതിനുവേണ്ടി ശുദ്ധീകരണം വേണം. ശത്രു ആകട്ടെ ഈ പാത്രത്തെ അശുദ്ധമാക്കാനും പ്രവർത്തനം തുടങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ട് ശത്രുവും മറുവശത്ത് ദൈവവും യോസഫ് കൂടി പ്രവർത്തിച്ചു പോവുകയാണ്. ബാല്യം മുതൽ അവൻ അനുഭവിച്ച വേദനകളും കഷ്ടതകളും ഈ സഹോദരന്മാർ മുഖാന്തരം അവൻ അനുഭവിച്ച കഷ്ടതകൾ വലുതാണ്. പൊട്ടക്കിണറ്റിലിട്ടു, അവൻ്റെ വസ്ത്രം പറിച്ചു ഉരിഞ്ഞു, അവനെ കൊല്ലാൻ നോക്കി, അവൻ കരഞ്ഞു, അവരത് കേട്ടില്ല. ഒടുവിൽ രൂപേൻ ഇടപെട്ട് അവനെ കൊല്ലാതെ അവനെ ഇശ്മായേല്യർക്ക് വിറ്റു. ആ കാശ് സഹോദരന്മാർ, തന്നെ വിറ്റ കാശ് സഹോദരന്മാർ കൈകൊണ്ട് മേടിക്കുന്നത് അവൻ അറിഞ്ഞു. അങ്ങനെ യോസഫിനെ ഒരു വിൽപ്പന ചരക്കാക്കി മിസ്രയീമിലേക്ക് വിറ്റു കളഞ്ഞു. അങ്ങനെ അവൻ പോയി പോത്തിഫറിന്റെ ഭവനത്തിൽ ചെന്നു. പോത്തിഫറിന്റെ ഭാര്യ അവനിൽ ദൃഷ്ടി വെച്ചു. ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതും വന്നിട്ടുള്ളതുമായ കഷ്ടതകളൊക്കെയും അവൻ്റെ മുൻപിലുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം ഉപരി അവൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം ഉണ്ടായിരുന്നു. പോത്തിഫറിന്റെ ഭാര്യ അവനെ വശീകരിച്ചപ്പോൾ അവൻ പറയുന്ന വാക്കുതാണ്, ഈ ഭവനത്തിൽ എന്നേക്കാൾ വലിയവനില്ല. യജമാനൻ സകലതും എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നീ അവൻ്റെ ഭാര്യ ആയതുകൊണ്ട് നിന്നെ മാത്രം അവൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ നീ പറഞ്ഞ ദുഷ്പ്രവൃത്തി ചെയ്ത് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയാ? ചെയ്യാൻ പാടുണ്ടോ? ആ ഘട്ടത്തിലും അവൻ ദൈവത്തെ വിചാരിക്കുകയാണെന്ന്. തുടർന്ന് അവൾ എത്ര നിർബന്ധിച്ചിട്ടും അവൻ വഴങ്ങിയില്ല. ഒടുവിൽ ചില മൽപ്പിടുത്തങ്ങളൊക്കെ നടന്നു. അവൻ തൻ്റെ വസ്ത്രം വിട്ട് നഗ്നനായിട്ട് ഓടിപ്പോയപ്പോൾ അവൾ അത് അടയാളമാക്കി വെച്ച് അവളെ ഉപദ്രവിക്കാൻ ചെന്നു എന്നുള്ള വാർത്തയാൽ അവനെ കാരാഗൃഹത്തിലാക്കി. അങ്ങനെ ഏറെ നാൾ കാരാഗൃഹത്തിൽ കിടന്നു. തുടർന്ന്
സന്ദർഭമൊക്കെയും തരണം ചെയ്ത് അവൻ ഫറവോന്റെ കൊട്ടാരത്തിലെത്താനിടയായി തീർന്നു. ഫറവോന്റെ കൊട്ടാരത്തിലെത്തി ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. വ്യാഖ്യാനിക്കാൻ ആരുമില്ല. എന്താണ് ആ സ്വപ്നത്തിന്റെ അർത്ഥം? ആ സ്വപ്ന നിമിത്തം ഫറവോൻ വളരെ വിഷമിച്ചു. വ്യാഖ്യാനിക്കാനായിട്ട് ചെന്നപ്പോൾ ഒരു സ്വപ്ന വ്യാഖ്യാനത്തിന്റെ കാരണം പറഞ്ഞപ്പോ, യോസേഫിനോട് ആ വിഷയം പറഞ്ഞപ്പോ, യോസേഫ് പറഞ്ഞു, "സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് ഫറവോൻ സ്വപ്നം പറ, അർത്ഥം ദൈവം തരും." അപ്പോ യോസേഫ് പറയുമെന്നല്ല, യോസേഫ് പറയുമെന്നുള്ളതല്ല. പിന്നെയോ, ദൈവം ഫറവോന് സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ് യോസേഫിന്റെ വാദം. പറഞ്ഞു, സ്വപ്നം വ്യാഖ്യാനിച്ചു. സ്വപ്നം നല്ലതെന്ന് കണ്ടു. ആ കാര്യങ്ങൾക്ക് ക്രമീകരണം വേണമെന്ന് കണ്ടു. വരാനിരിക്കുന്ന ലോകത്തിന് വരുന്ന ആപത്താണ്. ക്ഷാമം എന്ന് പറയുന്ന ആപത്താണ് വരുന്നത്. അതിനു മുമ്പേ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ക്രമീകരിച്ചാൽ ഈ ആപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാമെന്നും പറഞ്ഞു. ഇത്രയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഫറവോൻ ചോദിച്ചു, "അതിന് യോഗ്യൻ നീ തന്നെയാണ്. ഇത് വ്യാഖ്യാനിക്കാൻ നീ ഇത്രയും ചെയ്തല്ലോ. ഇതിനെ വേണ്ട രീതിയിൽ ചെയ്യാൻ നീ തന്നെയാണ് അതിന് യോഗ്യൻ." അവനെ ഫറവോൻ പിതാവാക്കി വെച്ചെന്ന, ഫറവോൻ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്ഥാനത്ത് തന്നെ യോസേഫിനെ ആക്കി വെച്ചു. അപ്പൊ ആ രാജ്യത്ത് അവന്റെ പദവി എന്താണെന്ന് ഓർക്കണം. അത്ര ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്ക് അവനെ ഉയർത്തി. മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്റെ ഭൃത്യന്മാരെ എല്ലാം കൂട്ടിയതിനു ശേഷം ഫറവോൻ അവരോട് ചോദിച്ചു, "ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരാളെ കണ്ടുകിട്ടുമോ? ജീവിതത്തിൽ ഇതുപോലെ കണ്ടിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവുള്ള." അപ്പൊ വ്യാഖ്യാനിച്ചത് യോസേഫ് ഫറവോനോട് പറഞ്ഞതുപോലെ തന്നെയാ. എന്താണ്? മനുഷ്യനല്ല, ദൈവമാണ് സ്വപ്ന വ്യാഖ്യാനം നടത്തുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിന്മേൽ മറുപടി തരേണ്ടത് ദൈവമാണ്. അപ്പോ യോസേഫിലുള്ള ദൈവത്തിന്റെ ആത്മാവാണ് ആ മറുപടി കൊടുത്തതെന്ന് അർത്ഥം. അല്ലാതെ മനുഷ്യനാൽ അത് വിശദീകരിക്കപ്പെടാനോ വിവേചിക്കപ്പെടാനോ സാധ്യമല്ലാത്തതാ സ്വപ്നമാണ് ആ പറഞ്ഞത്. കാരണം ആ, ആ, കാരണം ആ സ്വപ്നത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. യോസേഫിൽ ഈ ആത്മാവ് എവിടുന്ന് വന്നു? ഇത് തന്നെയാണ് ബാല്യത്തിൽ താൻ കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനം അതാണ്. കാരണം ദൈവം ഈ ഭൂമിയിൽ മനുഷ്യവംശം നശിച്ചു പോകാതിരിപ്പാനും, വിശേഷാൽ ഇസ്രായേൽ ജനം ഇല്ലാതെ പോകാതിരിപ്പാനും, അവരെ നിലനിർത്തുവാൻ ഒരാളെ ദൈവം ലോകത്തിലേക്ക് അയച്ച ആ അയക്കപ്പെട്ട മനുഷ്യൻ തന്നെയാണ് യോസഫ്. ലോകത്തിൽ വന്ന് അവൻ ബാല്യപ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം അവന് കൊടുത്തു. ഈ ആത്മാവ് തന്നെ അവനെ നടത്തി. വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, കാറ്റ് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നറിയാത്തതുപോലെയാകുന്നു ആത്മാവിനാൽ ജനിച്ച മക്കൾ. ഒരു കാറ്റ് എവിടെ നിന്ന് വീശി കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് വരുന്നു നമുക്കറിയില്ല. തെക്ക് നിന്ന് വരുന്നുവോ, വടക്ക് നിന്ന് വരുന്നുവോ, ഉയരത്തു നിന്ന് വരുന്നുവോ, ഇതൊന്നും നമുക്കറിയില്ല. എങ്ങോട്ടാ പോയതെന്നും നമുക്കറിയില്ല. ഇപ്പൊ നമ്മൾ അടിച്ച കാറ്റ് എങ്ങോട്ട് പോയി അതറിയില്ല. ഇതുപോലെയാണ് ആത്മാവിനാൽ ജനിച്ച മക്കൾ. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു നമുക്കറിയാൻ പറ്റില്ല. ഒരു കാര്യമുണ്ട്, ആ കാറ്റ് ഏതൊരു ദിശയിലേക്ക് പോകുന്നു, അതുപോലെ തന്നെ കാറ്റിനാൽ പിടിക്കപ്പെട്ടവനും പോകുന്നു. ഈ കാറ്റാണ് ദൈവം വിശ്വാസത്തിലേക്ക് വരുമ്പോൾ തന്റെ ജനത്തിന് കൊടുക്കുന്നത്. ദൈവം അത് ഒരാൾക്കല്ല, വിശ്വാസത്തിൽ വന്ന സകലർക്കും കൊടുക്കുന്നത് അതാണ്. അതാണ് തങ്ങളുടെ പിന്മാറ്റത്തിലും വീഴ്ചയിലും നഷ്ടത്തിലും കഷ്ടത്തിലും അകപ്പെട്ടപ്പോൾ ഇസ്രായേൽ ജനം ചോദിക്കുന്നത്, ഇസ്രായേൽ ജനത്തിന്റെ ഉള്ളിൽ തന്റെ ആത്മാവിനെ കൊടുത്തവൻ എവിടെ? ഇസ്രായേലിനാകുന്നുവോ? ഇസ്രായേലിനാണെങ്കിൽ അവന്റെ ഉള്ളിൽ ദൈവം തന്റെ ആത്മാവിനെ കൊടുത്തിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുന്ന വിധികളുമുണ്ട്. കാരണം അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവർക്ക് യുദ്ധം ചെയ്യുന്നു, അത് പുറത്തു പോകുന്നു, അതിന് ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. ശൗലിനെ ആത്മാവ് വിട്ടുപോയി.
അനേകർക്ക് ആ ആത്മാവ് വിട്ടുപോകും. ഇത് നമ്മളിവിടെ ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെടുന്നവന്റെ ഉള്ളിൽ ദൈവം ഒരു ആത്മാവിനെ വസിക്കുമാറാക്കും. ഈ ആത്മാവിന് സ്വഭാവങ്ങളുണ്ട്. ഈ സ്വഭാവങ്ങളെക്കുറിച്ചാണ് യാക്കോബിന്റെ ലേഖനം എഴുതിയിരിക്കുന്നത്. ദൈവം നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? ഈ ആത്മാവിന് സ്വഭാവമുണ്ട്. ഒരാള് നല്ല ആത്മീക അഭിവൃദ്ധിയിലും, ഭൗതിക അഭിവൃദ്ധിയിലും നന്നായിട്ട് ഉയർന്നു വരുന്നത് കണ്ടപ്പോൾ എനിക്ക് അസൂയ തോന്നിയെങ്കിൽ ഓർത്തുകൊള്ളണം. ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവിനാലല്ല എനിക്ക് ആ അസൂയ ഉണ്ടായത്. അസൂയ, പ്രതികാരം, ജാരശങ്ക, ശാഠ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ദുർമോഹം, ഇതൊന്നും ഈ ആത്മാവിൽ നിന്ന് വരൂല. അതൊക്കെ നമുക്ക് അടയാളമായിട്ട് കർത്താവ് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അപ്പൊ ഈ സ്വഭാവം ഉണ്ടായിരിക്കുകയും വസിക്കുമാറാക്കിയ ആത്മാവും ഉണ്ടായിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ആത്മാവ് അവനിൽ ദുഃഖിച്ച് പാർക്കുന്നു എന്നാണ് അർത്ഥം. ഇതുപോലെ യോസേഫിലും ഈ ആത്മാവിനെ കൊടുത്തു ദൈവം. ഈ യോസേഫിനെ കാറ്റ് കരിയില പറപ്പിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഈ ആത്മാവിനാൽ നടത്തപ്പെട്ടു പോവുക. ഈ ആത്മാവിന്റെ ഒരു പ്രവർത്തനം തന്നെയാണ് ഈ സഹോദരന്മാർ ഇവനോട് ചെയ്തതിന്റെ വശങ്ങൾ. അവനെ വസ്ത്രം പറിച്ചു ഉരിഞ്ഞതും, കൊല്ലാൻ നോക്കിയതും, പൊട്ടക്കിണറ്റിലിട്ടതും, അവിടുന്ന് കയറ്റിയതും, ഇശ്മായേല്യർക്ക് വിറ്റതും, അവനെ കൊണ്ടുപോയതും, പോത്തിഫറിന്റെ ഭവനത്തിൽ ചെന്നതും, കാരാഗൃഹത്തിൽ വീണതും, സ്വപ്നവ്യാഖ്യാനം നടത്തിയതും, ഫറവോൻ സ്വപ്നം കണ്ടതും, അവിടെ അവനെ കൊണ്ട് ഇതെല്ലാം ഈ ആത്മാവിന്റെ പ്രവർത്തനമാണ്. അപ്പൊ ഇവൻ ഫറവോന്റെ മുമ്പിൽ ചെന്നാൽ, യോസേഫ് ഫറവോന്റെ മുമ്പിൽ ചെന്നാൽ സ്വപ്നം വ്യാഖ്യാനിക്കും. ഇവനെ അവിടെ വലിയൊരു സ്ഥാനത്തേക്ക് ഉയർത്തും. ജനം ഈ ഭൂമിയിൽ വരാനിരിക്കുന്ന പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടും. അത് അങ്ങനെ വരരുത്. ഈ മാനവരാശി മുഴുവനും വരാനിരിക്കുന്ന ഭക്ഷ്യക്ഷാമത്തിൽ പട്ടിണിയിൽ കിടന്ന് നശിക്കണം. ഇതാണ് ശത്രുവിന്റെ ആഗ്രഹം. ഇതിനാണ് അവൻ നടത്തിക്കൊണ്ട് പോകുന്നത്. അവനാണ് ആഗ്രഹിച്ചുകൊണ്ട് പുറകെ കൂടിയിരിക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനുവേണ്ടി യോസേഫ് മലിനപ്പെടണം. മലിനപ്പെട്ട് കഴിഞ്ഞാൽ ഇവനിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അങ്ങ് വിട്ടുമാറും. ദൈവത്തിന്റെ ആത്മാവിനെ അങ്ങ് വിട്ടുമാറും. പിന്നെ ഇവൻ ഫറവോന്റെ അടുക്കൽ ചെന്നാലും കാര്യം നടക്കില്ല. കാരണം സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ള സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ള മനുഷ്യർക്ക് ആർക്കും സാധിക്കില്ല. അത് വ്യാഖ്യാനിക്കണമെങ്കിൽ ദൈവം വ്യാഖ്യാനിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനല്ല. ആ ദൈവത്തിന്റെ ആത്മാവാ കൊടുത്തിരിക്കുന്നത്. അത് ബാല്യത്തിൽ കൊടുത്തതാ. ബാല്യം മുതൽ ഇത് നഷ്ടപ്പെടുത്താനായിട്ട് ഇവൻ പുറകെ നടക്കുക. പല തന്ത്രങ്ങളും ഒരുക്കി പുറകെ നടക്കുക. നടന്ന് പക്ഷേ യോസേഫ് ദൈവത്തെക്കുറിച്ചുള്ള നിമിത്തമല്ലാതെ മറ്റൊരു കാര്യം സംസാരിക്കുകയില്ല, പ്രവർത്തിക്കുകയില്ല. അവസാനം ഫറവോന്റെ സന്നിധിയിൽ ചെന്നു. അവനിൽ വസിക്കുമാറാക്കിയ ആത്മാവ് സ്വപ്നം വ്യാഖ്യാനിച്ചു. ദൈവത്തിന്റെ ദൈവത്തിന്റെ ജനമായി ഒരാള് കർത്താവ് വിശ്വാസത്തിൽ വിളിക്കപ്പെട്ടാൽ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ദൈവം നിന്റെ ആത്മാവിനെ അവനിൽ വസിക്കുമാറാക്കും. ഈ വസിക്കുമാറാക്കിയ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ അന്ത്യത്തോളം സൂക്ഷിക്കുന്നവന് ആ ആത്മാവിനാൽ തന്നെ ഒരു ഉയർച്ചയുണ്ട്. എന്നാൽ ശൗലിനെ പോലെ അത് നഷ്ടപ്പെടുത്തിയാൽ അവന്റെ മരണവും അവന്റെ അവസാനവും അവൻ ചെന്ന് എത്തുന്നതും നാശത്തിലായിരിക്കും. എത്രയോ വിശ്വാസികൾ അഭിഷേകം പ്രാപിച്ച് ആ ആത്മാവിനാൽ നടത്തപ്പെട്ടു പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ തന്നെത്താൻ സൂക്ഷിക്കാതെ പാപത്തിലകപ്പെട്ട് ആ ആത്മാവ് വിട്ട് മാറി ഇന്ന് ഏറ്റവും ദോഷത്തിൽ അകപ്പെട്ടു നിൽക്കുന്ന കാഴ്ച വിശ്വാസഗോളത്തിൽ എവിടെയും കാണാം. എവിടെ നോക്കിയാലും കാണാം. എന്നാൽ കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് ഈ ആത്മാവ് സൂക്ഷിച്ച് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ദാവീദ് ഒരു പ്രവൃത്തി ചെയ്തു. ദാവീദിൽ ദൈവം വസിക്കുമാറാക്കിയ ആത്മാവ് ഒരിക്കലും ചെയ്യാത്ത പ്രവൃത്തി ദാവീദ് ചെയ്തു. ഊരിയാവിനെ കൊന്നു, ഭാര്യയെ എടുത്തു, സ്വയം നീതീകരിച്ചു. നിരവധി കാര്യങ്ങളെല്ലാം ദാവീദ് ചെയ്യാനിടയായി തീർന്നു. പക്ഷേ
രക്ഷയുടെ സന്തോഷം പോയി. മനസ്സുറപ്പുള്ള ആത്മാവ് പോയി. നിർമ്മല ഹൃദയം പോയി. സ്ഥിരമായ ആത്മാവ് പോയി. ഇതൊന്നുമില്ല. ശേഷിക്കുന്ന എന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ദൈവത്തിന്റെ സന്നിധിയും, ഒന്ന് പരിശുദ്ധാത്മാവും. അവൻ വസിക്കുമാറാക്കിയ ആത്മാവ്. ഈ 2 കാര്യങ്ങൾ ഇതുവരെ നീക്കിക്കളഞ്ഞിട്ടില്ല. ദൈവം ദാവീദിൽ നിന്ന് എടുത്തു കളയാത്ത കാര്യങ്ങളായിട്ട് 2 കാര്യങ്ങൾ നിൽക്കുകയാണ്. അതാ അവൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, മനസ്സുറപ്പുമുള്ള ആത്മാവിനെ താങ്ങി. സ്ഥിരതയുടെ ആത്മാവിനെ തരണം. രക്ഷയുടെ സന്തോഷം തിരികെ തരണം. നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിക്കണം. എന്നിട്ട് പറയാണ്, നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കരുത്. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അപ്പൊ 2 കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. ഈ 2 കാര്യങ്ങളും കൂടി നാഥാം പ്രവാചകൻ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുവാനായി കർത്താവിന്റെ ദൂതുമായിട്ട് ചെന്ന് പറഞ്ഞപ്പോൾ, ഇതിനകത്ത് നല്ല മനസ്സാക്ഷി ഉണർന്നില്ല എങ്കിൽ ഇത് 2 കൂടെ പോവും. ഏതൊക്കെ? ദൈവസന്നിധിയിൽ നിന്ന് ശൗലിനെ തള്ളിക്കളഞ്ഞതുപോലെ തള്ളിക്കളയും. പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റിയതിനു ശേഷം ദുരാത്മാവ് വരികയും ചെയ്യും. ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് എത്ര ഭയങ്കരമെന്ന് അനുഭവത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ സാക്ഷാലുള്ള പൊരുളിൽ നാം മനസ്സിലാക്കിക്കൊള്ളണം. എവിടെ എത്തി? എവിടെ എത്തി? ആ ആത്മാവിനെ എടുത്തു മാറ്റി ദൈവസന്നിധിയിൽ നിന്ന് ശൗലിനെ തള്ളിക്കളഞ്ഞു. അശുദ്ധാത്മാവിനെ ബാധിച്ചു. ഒടുവിൽ ഗില്ലുബാവ പർവ്വതത്തിൽ ആരുമില്ല, മരിക്കാൻ പോവുക. അവസാനം അവനെ ശുശ്രൂഷ ഏൽപ്പിച്ചത് നിവർത്തിക്കാതെ വന്ന അമാലേക്കൻ തന്നെ വന്ന് അവന്റെ കഴുത്ത് വെട്ടേണ്ടി വന്നു. അവനെ കൊന്നുകളയേണ്ടി വന്നു. അതാണ് ശുശ്രൂഷ പൂർത്തിയാക്കാതെ വരുന്ന അവസ്ഥയിൽ നിന്ന് വരുന്നത്. അവനിലുള്ള ആത്മാവ് അത് പൂർത്തിയാക്കണം. അതിനു വേണ്ടി ആ ആത്മാവിനെ അവൻ കാത്തു സൂക്ഷിക്കണം. ശത്രു ആകട്ടെ ഏത് വിധേനയെങ്കിലും മലിനപ്പെടുത്തി ഇവനിൽ നിന്ന് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തണം. സ്ഥിരതയുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തണം. മനസ്സുറപ്പുള്ള ആത്മാവിനെ നഷ്ടപ്പെടുത്തണം. നിർമ്മല ഹൃദയം നഷ്ടപ്പെടുത്തണം. പരിശുദ്ധാത്മാവിനെ നിന്ന് എടുത്തു മാറ്റണം. ദൈവസന്നിധിയിൽ നിന്ന് അവനെ തള്ളിക്കളയണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശത്രു ഇങ്ങനെ പല തരത്തിലും അവനെ മലിനപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുക. ദാവീദിനെ മലിനപ്പെടുത്തി. പക്ഷേ വചനം പറയുന്ന അന്തർഭാഗത്ത് സത്യമുണ്ടോ എന്ന് അപ്പോഴും നോക്കുന്ന ദൈവം. മലിനപ്പെട്ടു എന്നുള്ളത് ചെയ്ത് തന്നെയാണ്. ഇനി ഈ 2 കാര്യങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അവനിൽ വസിക്കുമാറാക്കിയ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ സന്നിധിയിലും ദൈവം നിർത്തിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം പോയി. ഈ കാര്യങ്ങളെല്ലാം പോയി. ഇനി ഈ കാര്യം 2 മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഈ 2 കാര്യങ്ങൾക്ക് ശേഷിക്കുന്നുള്ളൂവെങ്കിലും ദൈവം ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവൻ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്, ദൈവമേ, അന്തർഭാഗത്തിലെ സത്യമാണല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിലെ ജ്ഞാനം ഗ്രഹിപ്പിക്കണം. അവന്റെ ഉള്ളിൽ അന്തർഭാഗത്ത് സത്യമുണ്ടോ എന്ന് അവസാനത്തെ പരീക്ഷയാണ്, പരിശോധനയാണ്. നാഥാം പ്രവാചകൻ വന്ന് ആ ആ കാര്യം പറഞ്ഞു കേട്ടപ്പോൾ നല്ല മനസാക്ഷി ഉണർന്നു. കുറെ നാളായിട്ട് കെട്ടുകിടന്ന് നല്ല മനസാക്ഷി ഉണർന്നു. അത് ചെയ്തത് ആരായാലും അവൻ മരണയോഗ്യൻ. അവൻ മരണയോഗ്യനെന്ന് നല്ല മനസാക്ഷി ഉണർന്നു പറഞ്ഞു. ഉടനെ തന്നെ പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെയാണ്. അതിന് മറുപടിയായി ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. അപ്പോഴും 2 കാര്യം ശേഷിപ്പുണ്ട്. പരിശുദ്ധാത്മാവിനെ എടുത്തിട്ടില്ല, സന്നിധിയിലും തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ 2 കാര്യങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങൾ നഷ്ടപ്പെടുത്താതെ വണ്ണം ഈ മനസാക്ഷി ഉയർന്നതിന്റെ പേരിൽ ദൈവം അവന്റെ പാപം ക്ഷമിച്ചു, അവനെ ജീവനോട് ശേഷിപ്പിച്ചു, ന്യായവിധി അയച്ചുവെങ്കിലും അവന്റെ തലമുറയ്ക്ക് ദൈവം അനുഗ്രഹം നൽകി. അവന്റെ സന്തതിയായി ക്രിസ്തുവിനെയും ദൈവം കൊടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നു, വാർദ്ധക്യത്തിലെത്തിയപ്പോൾ മരണത്തോടടുക്കുന്ന സമയത്ത് പണ്ട് ഊര്യാവിനെ കൊന്നതും ഭാര്യ എടുത്തതും ദൈവം ദൂതനെ അയച്ചതും ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും മരിക്കണമെന്നതിന് മുമ്പ് നമ്മൾ 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ 23-ാം അധ്യായമാണെന്ന് തോന്നുന്നു, അതിൽ വായിക്കുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് ഇന്നും എന്നിൽ സംസാരിക്കുന്നു. അവൻ പരിശുദ്ധൻ എടുത്തില്ല, അവന്റെ വചനം എൻ്റെ നാവിന്മേലുണ്ട്. കർത്താവിന്റെ സ്തോത്രം. കാരണം ഈ ആത്മാവ്
നഷ്ടപ്പെട്ടു പോകുന്ന അനവധി ജീവിതങ്ങൾ എങ്ങും എത്താതെ പോകുമ്പോൾ, വിശ്വാസത്തിലേക്ക് വരുമ്പോൾ തന്നെ ഒരു മനുഷ്യ ജീവിതത്തെ പഠിപ്പിക്കേണ്ടതാണ്. കാരണം 2 ശക്തികൾ സഹോദരാ, മകനേ നിന്റെ പിന്നാലെ ഉണ്ട്. ഒന്ന് ദൈവവും, ഒന്ന് സാത്താനും. നിന്നെ നിന്നിൽ വസിക്കുമാറാക്കിയ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ശുദ്ധീകരണത്തിൽ തികഞ്ഞവനാക്കിയതിന് ശേഷം നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാത്രമാക്കി കൊണ്ടുവരാൻ വേണ്ടി നടത്തും. എന്നാൽ അതുപോലെ തന്നെ നിന്നെ മലിനപ്പെടുത്തി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിട്ടുമാറി എതിരാളിയുടെ ആത്മാവിനാൽ ഉപയോഗിക്കപ്പെട്ട് നശിക്കാൻ തക്കവണ്ണം അവനും പ്രവർത്തിക്കുന്ന ഒരു യുദ്ധത്തിന്റെ അവസ്ഥയിലാണ് നീ ഇന്ന് പോർക്കളത്തിൽ വന്നതുപോലെ, യുദ്ധക്കളത്തിൽ വന്നതുപോലെ, ഗോതയിൽ വന്നിരിക്കുന്നത് പോലെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു മനസ്സിലാക്കണം. പറഞ്ഞു മനസ്സിലാക്കണം. കാരണം താൽക്കാലിക രക്ഷയ്ക്കും താൽക്കാലിക നന്മയ്ക്കും വേണ്ടി കാര്യം സാധിക്കാം. ഇപ്പോ അന്ന് ആ പോത്തിഫറിന്റെ ഭാര്യ പറയുന്നത് ഒന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അവനാ ഭവനത്തിന്റെ ഉടമയായിട്ട് ജീവിക്കാം. സമ്പന്നനായിട്ട് ജീവിക്കാം. അവനൊരു കുറവുണ്ടാവില്ല. എല്ലാ ആർഭാടങ്ങളോടും കൂടി അവന് സമ്പന്നമായിട്ട് ജീവിക്കാം. പക്ഷേ ഒരാളങ്ങ് വിട്ടുമാറും. ആത്മാവങ്ങ് വിട്ടുമാറും. നാളെ സ്വപ്നവ്യാഖ്യാനത്തിന് അല്ലെങ്കിൽ എത്തേണ്ടുന്ന സ്ഥലത്ത് എത്തിക്കാൻ ആരും ഉണ്ടാവില്ല. എത്തിച്ചാൽ തന്നെ അവനൊന്നും അറിയാൻ പാടില്ല. അവനൊന്നും അറിവില്ല. കാരണം സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതാ. ദൈവം ചെയ്യുന്നത് ദൈവത്തിന്റെ ആത്മാവിനാലാ. അത് ബാല്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ശുദ്ധീകരണത്തിൽ കൂടി സൂക്ഷിക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്തമാണ്. ദൈവസഭ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ സമയം വരുമ്പോൾ അവന്റെ വിളിയാൽ ഒരാശയുണ്ട്. ഏത് മനുഷ്യനെയും കർത്താവ് വിളിക്കുമ്പോൾ അതിനാൽ ഒരാശയുണ്ട്. ആ ആശ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു നന്മ, ദൈവത്തിന്റെ സഭയ്ക്ക് ഇവൻ ഉപകാരപ്പെടണം എന്നുള്ളതാണ്. ആ ഉപകാരപ്പെടുന്നത് ഒരു സംഭവത്തിൽ കൂടിയാണ്. അതിനുവേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ട് പോവുകയാണ്. എന്നാൽ അവിടെ എത്തുന്നതിന് മുമ്പ് ആ ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ, പ്പെടുത്തുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമാണ്. വിശുദ്ധീകരണത്തിലും മാനത്തിലും ഓരോരുത്തരും താൻ താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. തന്റെ ആയുഷ്കാലമൊക്കെയും വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രയത്നിച്ചു. ഫറവോന്റെ മുമ്പിൽ നിന്നു. ഫറവോന്റെ മുമ്പിൽ നിന്നു. ഒരു ഒരശുദ്ധിയുമില്ല. ഒരശുദ്ധിയുമില്ല. സ്വപ്നം വ്യാഖ്യാനിച്ചിട്ട് തന്നെ മറന്നുപോയ ആ പാനപാത്ര വാഹകന്റെ പ്രമാണിയോട് ഒരു ദേഷ്യവുമില്ല. ഇന്ന് രാജസ്ഥാനത്താണ്. ഏത് ഫറവൻ ഫറവൻ ഇവരെ കൊണ്ടുപോയിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? ഫറവൻ തന്റെ രാജ്യത്തുള്ള ജനത്തോട് മുട്ടുകുത്തുവീൻ എന്ന് പറയാനാ പറഞ്ഞത്. യോസേഫിനെ പോകുമ്പോ യോസേഫിന്റെ മുമ്പിൽ മുട്ടുകുത്തുവീൻ, മുട്ടുകുത്തുവീൻ എന്ന് പുറകെ വിളിച്ചു പറയാനാ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും മുട്ടുകുത്തും. ഭയത്തോടും വിറയലോടും രാജകൽപ്പനയാണ്. ഈ സമയത്ത് ചിന്തിക്കാം. ഈ സമയത്ത് ആ രാജഭൃത്യൻ പോത്തിഫറിന്റെ ഭാര്യയെ ഇവിടെ കൊണ്ടുവരണം. അവളെ എല്ലാവരും മുമ്പിൽ വെച്ച് സംഭവം വിളിച്ചറിയിച്ചതിന് ശേഷം അവളെ കൊന്നുകളയാം. കാരണം അധികം നാളായിട്ടില്ല സംഭവിച്ചിട്ട്. ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. ദൈ ദി എൻ ഒടുവിൽ ഒടുവിൽ എല്ലാ പദവിയും കിട്ടി. എല്ലാ പദവിയും കിട്ടി. സഹോദരന്മാർ തന്റെ അടുക്കൽ വന്നു. ആരും ചോദിക്കാനില്ല. ആ തന്നെ വിറ്റവനെയും, തന്റെ കാശ് മേടിച്ചവനെയും, തന്നെ വിറ്റ് കാശ് മേടിച്ചവനും, പൊട്ടക്കിണറ്റിലിട്ടവനും, കൊല്ലാൻ ഭാവിച്ചവനും, കണ്ണിന് ദേവദൂതനായിരുന്നവനും എല്ലാം മുമ്പിൽ വന്ന് അരിക്ക് വേണ്ടി നിൽക്കുക. ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുക. വാള് തന്റെ കയ്യിലാ. അത്രയും എണ്ണത്തിനങ്ങ് മാറ്റി നിർത്തി കൊന്നു കളഞ്ഞാൽ ആരും ചോദിക്കാനില്ല. ഒരാളും ചോദിക്കാനില്ല. താൻ കൊല്ലുകയും വേണ്ട. പടയാളി വിട്ടാൽ മതി. അവരെ കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞാൽ, ഇവരൊറ്റുകാരാ തട്ടിക്കളഞ്ഞേക്കാൻ പറഞ്ഞാൽ ആരും ചോദിക്കാനില്ല. പക്ഷേ വചനം പറയുന്നത് ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ, ഒരു ഭക്തൻ പറയേണ്ടതെന്തെന്നാൽ, അവർ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. ഉഴവ് ചാലുകളെ നീളത്തിൽ കീറി. അവർ എന്റെ മുതുകിന്മേൽ ഉഴുതു. എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. ജയിച്ചില്ല. ആര് ജയിച്ചില്ല? ഇത്രയെല്ലാം ഇത്രയെല്ലാം ഉപദ്രവം ചെയ്തപ്പോ ശത്രു വിചാരിച്ചെന്താണെന്നറിയാമോ? ശത്രുവിന്റെ ആഗ്രഹം പ്രതികാരം കൊണ്ട് ഇവൻ നിറയും.
പ്രതികാരം കൊണ്ട് നിറഞ്ഞാൽ മലിനതയാൽ ഇവൻ നിറയും. മലിനപ്പെട്ടാൽ ഇവനെ ഇവനെ ഏതു വിധേനയും പ്രതികാരം കൊണ്ട് നിറഞ്ഞ് ഈ ലോകത്തിൽ ദുഷ്ടന്മാരായ ഭരണാധികാരികളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ മതി. അവരൊക്കെ ബാല്യകാലം അവർ അതുപോലെ പീഡനം അനുഭവിച്ച് വളർന്നവരായിരിക്കും വളരെ പേര്. അങ്ങനെ പീഡനം അനുഭവിച്ച് വളർന്നവർ അവസാനം പ്രതികാരം കൊണ്ട് നിറഞ്ഞ് സാത്താന്റെ ആയുധങ്ങളായി പോകുന്നവരാണ് അധികം. ഇതുപോലെ ദൈവത്തിന്റെ ജനത്തെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ബാല്യം മുതൽ ഉപദ്രവിച്ച് വേദനപ്പെടുത്തി ഇങ്ങനെ വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നതിന് ശേഷം അവൻ സകലത്തിനും പ്രതികാരം ചോദിക്കാൻ തക്കവണ്ണം അവനെ ആക്കി എടുക്കാം എന്നുള്ളതാണ് സാത്താന്റെ ഉദ്ദേശം. ആ സമയത്താണ് യോസഫ് പറയുന്നത്, നിങ്ങൾ എന്നെ മിസ്രൈമിലേക്ക് വിറ്റതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഓ, അപ്പുറത്ത് നിൽക്കുന്ന സാത്താന്റെ മുഖം നോക്കണം. അപ്പുറത്ത് നിൽക്കുന്ന സാത്താൻ, ഇപ്പുറത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ മുഖം നോക്കണം. ഒടുവിൽ ഇവരുടെ അടുത്ത് വന്ന് ഇവന്റെ കാൽക്കൽ വന്ന് എല്ലാവരും വീണ്. സഹോദരന്മാർ എല്ലാവരും കൂടെ കൂടി ക്ഷമിക്കണമേ എന്നും പറഞ്ഞ് വീണ്. എന്താ കാര്യം? ഞങ്ങൾ പണ്ട് നിന്നോട് ചെയ്ത ദ്രോഹം അത് വളരെ വലുതാണ്. അടിയങ്ങളോട് ക്ഷമിക്കണം. ദാസന്മാരാണ് ഞങ്ങൾ നിന്റെ ക്ഷമിക്കണം. യോസഫ് അത് കേട്ടപ്പോൾ കരഞ്ഞു. യോസഫ് അത് കേട്ടപ്പോൾ കരഞ്ഞു. അപ്പോഴും നിൽക്കുക, രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുക. ആര്? ദൈവവും ഉണ്ട്, സാത്താനും ഉണ്ട്. യോസഫ് ഈ സഹോദരന്മാർ വീണ് കിടക്കുന്നതും അവരെ നിലവിളിയും കണ്ടപ്പോൾ കരഞ്ഞു. യോസഫ് ചോദിച്ചു, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നുവോ? ഓ, ആ സ്ഥാനം ഞാൻ എടുക്കില്ല. ഇന്നുവരെയും ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തമല്ലാതെ ഞാനൊന്നും സംസാരിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല, ഒന്നും പ്രവർത്തിച്ചിട്ടുമില്ല. സാത്താൻ ലജ്ജിച്ച് തലതാഴ്ത്തി പോയി. അവർ എന്നെ ജയിച്ചില്ല. ശത്രു വിചാരിച്ചത് യോസഫിനെ നല്ലൊരു ആയുധമാക്കി എടുക്കാം, വാർദ്ധക്യമാകുമ്പോഴത്തേക്കും പ്രതികാരം ചെയ്യാൻ തക്കണ ഒരു ആയുധമാക്കി എടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ യോസഫിനെ ജയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവന്റെ ജീവിതം, അവനെ ദൈവം തന്റെ ആത്മാവിനാൽ നിറച്ച് നടത്തിയെങ്കിൽ ആത്മാവിന് വിരുദ്ധമായിട്ട് മലിനപ്പെടുന്ന ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടാകാതെ വണ്ണം കാത്തു. വാർദ്ധക്യത്തിലെത്തി, ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു, അപ്പോഴും ആത്മാവ് വിട്ടു മാറിയിട്ടില്ല. അതേ ആത്മാവിനാൽ സഹോദരങ്ങൾ വിളിച്ച്, ഇസ്രായേൽ ജനത്തെ വിളിച്ച് പറഞ്ഞു, സഹോദരന്മാരെ കേൾക്കണം, ഞാൻ വാർദ്ധക്യമായി മരിക്കാൻ പോവാ. ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കും. ഈ മിസ്രൈം ദേശത്ത് നിന്ന് കനാൻ ദേശത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ പിതാക്കന്മാരുടെ കല്ലറകളും അവകാശങ്ങളും കർത്താവ് പറഞ്ഞിരിക്കുന്ന അവിടെയാണ്. അങ്ങോട്ട് കൊണ്ടുപോകും. ഇന്നലെ നാളെ കൊണ്ടുപോകും. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഞാനിവിടെ മരിച്ചടക്കപ്പെട്ട് എൻ്റെ അസ്ഥി ഇവിടെ ശേഷിക്കും. ആ അസ്ഥിയും കൂടെ കൂടി എടുത്ത് കൊണ്ടുപോകണം. അവർ കൊണ്ടുപോയിക്കൊള്ളണം. ആ പറഞ്ഞ വാക്കനുസരിച്ച് നാളുകൾക്ക് ശേഷം ഇസ്രായേൽ ജനം എത്രയോ ലക്ഷങ്ങളാണ്. 70 പേരുമായിട്ട് വന്ന ആ ഇസ്രായേൽ ജനം എത്രയോ ലക്ഷങ്ങളായി. പിന്നെ എത്രയോ പേര് അവിടെ മരിച്ചു. അവരുടെ അസ്ഥികളെല്ലാം കൂടെ ചുമക്കാൻ നടക്കുന്ന കാര്യമാണോ? അതെല്ലാം അവിടെ തന്നെ കിടന്ന് മണ്ണിനോട് ചേർന്നു. എന്നാൽ ഒരു ശവപ്പെട്ടി, അത് ഇംഗ്ലീഷിൽ ശവപ്പെട്ടി എന്ന് തന്നെയാണ്. ഒരു ശവപ്പെട്ടി, അതിനകത്ത് യോസേഫിന്റെ അസ്ഥിയിട്ട് എല്ലാവരും കൂടി വഹിച്ചുകൊണ്ട് പോവുക. 40 വർഷവും 40 വർഷവും വിശ്വാസത്യാഗം വന്നപ്പോഴും, പാളയത്തിൽ കലാപം ഉണ്ടായപ്പോഴും, ന്യായവിധി വന്നപ്പോഴും, ഭൂമി വളർന്നപ്പോഴും, കലക്കതെല്ലാം ഉണ്ടായപ്പോഴും ആ അസ്ഥിക്ക് ഭംഗം വന്നില്ല. ആ അസ്ഥി കാദേശ് പറഞ്ഞ കഴിഞ്ഞു, യോർദാൻ കടന്നു. മോശ യോർദാൻ കടന്നില്ല, അസ്ഥി കടന്നു. യോസേഫിന്റെ അസ്ഥികൾ യോർദാൻ കടന്നു. അഹരോനും മോശയും കടന്നില്ല, യോർദാൻ കടന്നില്ല. ഈ അസ്ഥികൾ, യോസേഫിന്റെ അസ്ഥികൾ യോർദാൻ കടന്നു. അവകാശ ദേശത്ത് അവർ കൊണ്ടുപോയി, അവർ പിതാക്കന്മാരുടെ കല്ലറയിൽ കൊണ്ടുപോയി അസ്ഥികൾ അടക്കി. ഓർക്കണം,
വിശുദ്ധീകരിക്കപ്പെട്ട ഒരു പാത്രത്തെ ദൈവം ഉപയോഗിക്കുന്ന വിധമാണ് നമ്മൾ ഇവിടുന്ന് ചിന്തിക്കുന്നത്. വിശുദ്ധീകരിക്കപ്പെട്ട പാത്രം. യഹ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ദൈവം തന്നിൽ വസിക്കുമാറാക്കിയ ആത്മാവിനെ മലിനപ്പെടാതെ വണ്ണം തന്നെത്താൻ സൂക്ഷിക്കുന്നവരുടെ അവസ്ഥയാണ്. ദൈവം വിളിക്കുന്ന ഏത് മനുഷ്യനും, തൻ്റേതാക്കി തീർക്കുന്ന ഏത് മനുഷ്യനും ദൈവം കൊടുക്കുന്ന നിധിയാണ് തൻ്റെ ആത്മാവ്. ദൈവം വെറുതെ ഒരു ആത്മാവ് വെറുതെ ഒരാൾക്കും തൻ്റെ ആത്മാവിനെ കൊടുക്കില്ല. ആ ആത്മാവ് കൊണ്ട് അത് സൂക്ഷിച്ച്, അതിനെ സൂക്ഷിച്ച്, അതിനെ അനുസരിച്ച്, അതിനെ മറ്റെന്തിനേക്കാൾ വലുതായിട്ട് കരുതുന്ന ജീവിതങ്ങളെ ആ ആത്മാവ് തന്നെ കൊണ്ടുപോയി എത്തിക്കുന്ന ഒരിടമുണ്ട്. ഓർക്കേണ്ടത് ഓർക്കേണ്ടത് 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരിൽ കാലേബ് ഒഴികെ, യോശുവ അന്ന് ചെറുപ്പമായിരുന്നു. കാലേബ് ഒഴികെ വേറൊരാളും യോർദാൻ കടന്നില്ല. യോസേപ്പിന്റെ അസ്ഥി കടന്നു, അവകാശ ദേശത്ത് തന്നെ എത്തി. മോശ ചോദിച്ചു കർത്താവിനോട്, കർത്താവേ, നീ നിന്റെ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയല്ലോ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. അപ്പാ, ഞാനൊന്ന് എന്ന് ആ യോർദാൻ കടന്ന് ആ കനാൻ ദേശത്ത് ഒന്ന് കണ്ടോട്ടെ. അത് കാണാൻ ആഗ്രഹമുണ്ട്. ഇത്രയും കാലം 40 വർഷം കഷ്ടപ്പെട്ടതല്ലേ ഈ ജനത്തെയും കൊണ്ട്. കർത്താവ് പറഞ്ഞു, വേണ്ട, ഇനി നീ എന്നോട് ആ കാര്യം മിണ്ടരുത്. കാരണം കാരണം ഒരാധരങ്ങളാൽ ഒരു അവിവേകം സംസാരിച്ചത് അതിന് ശിക്ഷയാണ്. അപ്പോഴും യോസേപ്പിന്റെ അസ്ഥി പോയി. പെട്ടകം യോർദാൻ കടന്നു, യോർദാനിലെ വെള്ളം വറ്റി, ഉണങ്ങിയ നിലത്തുകൂടി ജനം മറുകര കടന്നു, പെട്ടകവും കടന്നു, യോസേപ്പിന്റെ അസ്ഥിയും കടന്നു. കർത്താവിന് സ്തോത്രം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിന് വിരുദ്ധമായിട്ട്, ആ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നതോ, ആത്മാവിനെ കെടുത്തു കളയുന്നതോ, ആത്മാവിനെ മാലിന്യത്താൽ ആത്മാവിനെ എതിർക്കുന്നതുമായ ഒരു കാര്യമില്ലാതെ, ആത്മാവ് വിട്ടുമാറാതെ വണ്ണം എപ്പോഴും ഏത് ചെയ്യുമ്പോഴും ഞാൻ ഈ സംസാരിക്കുന്ന സംസാര നിമിത്തം എൻ്റെ കൂടെയുള്ള ആത്മാവിനെ അപമാനിക്കുകയാണ്. ഞാൻ ആ ആത്മാവിന് അപമാനം വരുത്തുകയാണ്. ഞാൻ ആത്മാവിനെ തള്ളിപ്പറയുകയാണ് ഞാൻ ഈ വാക്ക് പറഞ്ഞാൽ എന്ന് സദാസമയം തെറ്റുവരുമ്പോൾ സൂക്ഷിച്ച്, ആ ആത്മാവിനെ മാനിച്ച്, ആ ആത്മാവിന് ശ്രേഷ്ഠതയും ആ ആത്മാവിന് തൻ്റെ ഉള്ളിൽ എന്നും സ്ഥാനവും കൊടുത്ത് മുൻപോട്ട് പോകുന്നവൻ്റെ ജീവിതം എവിടെ എത്തുമെന്ന് ദൈവം കാണിച്ചു തരും. ദൈവം കാണിച്ചു തരും. വിശുദ്ധീകരണത്തിനെങ്കിലും മാനത്തെങ്കിലും താൻ തൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ദൈവം വിശുദ്ധീകരണം താൻ സൂക്ഷിച്ചവനെ ദൈവം മാനിച്ച് അവൻ എവിടെ എത്തി? ദൈവം മാനിച്ചവന്റെ അസ്ഥി എവിടെ എത്തി? ദൈവം മാനിച്ചവൻ എവിടെ എത്തി? അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. യോസേപ്പ് ഫലപ്രദമായ വൃക്ഷം. ദൈവത്താൽ മാനിക്കപ്പെട്ടവൻ. ദാവീദ് എങ്ങനെ മരിച്ചു? ധനവും മാനവും നിറഞ്ഞവനായി, പൂർത്തീകരിക്കപ്പെട്ടവനായി മരിച്ചു. ദൈവം മാനിച്ചു. മരണസമയത്തും വിട്ടുമാറാത്ത ദൈവത്തിന്റെ ആത്മാവും അവനിലുണ്ടായി. തെറ്റുപറ്റി, ജീവിതത്തിൽ തെറ്റുപറ്റി. പക്ഷെ ദൈവം ആത്മാവിനെ എടുത്ത് മാറ്റാതെ വണ്ണം വിശ്വസ്തനായിരുന്നു. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കും. എന്നാൽ നാം തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. അവന് നമ്മിൽ വസിക്കാൻ സാധിക്കാത്ത നിലയിലുള്ള ഒന്നും നമ്മിൽ ഉണ്ടാകാതിരിക്കാൻ നാം ശ്രദ്ധിച്ചു കൊള്ളുക. സംശയം വേണ്ട, നമ്മിലുള്ള അവൻ്റെ ആത്മാവ് നമ്മെ എത്തിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. വിശ്വാസത്താൽ അതിനെ കണ്ടുകൊള്ളുക. വിശ്വാസപിതാക്കന്മാരുടെ അനുഭവം നമ്മൾ ധ്യാനിച്ചു കൊള്ളുക. നിശ്ചയം നമുക്കൊരു നന്മയുണ്ടാകും.